ആരോപണ പ്രത്യാരോപണങ്ങളാൽ നിറഞ്ഞ കോട്ടയത്തെ തെരഞ്ഞെടുപ്പ് രംഗം. മുന്നണി മാറ്റം വിശദീകരിക്കാൻ ഭവന സന്ദർശനം നടത്താനാണ് കേരള കോൺഗ്രസ് എമ്മിന്റെ തീരുമാനം. UDF വിടേണ്ടി വന്ന സാഹചര്യം ജനത്തോട് വിശദീകരിക്കുകയാണ് ലക്ഷ്യം. പാർട്ടിയുടെ എല്ലാ നേതാക്കളും ബൂത്ത് പരിധിയിലെ വീടുകളിലേക്ക് നീങ്ങുകയാണ്. UDF-ൽ നിന്ന് മത്സരിച്ച് വിജയിച്ച ശേഷം മുന്നണി വിട്ടെന്ന UDF പ്രചരണം കേരള കോൺഗ്രസിനെ കടുത്ത പ്രതിസന്ധിയിലാക്കിയിട്ടുണ്ട്. മാണി വിഭാഗത്തെ വഞ്ചകരെന്ന് വിശേഷിപ്പിച്ചും അവരെ പാഠം പഠിപ്പിക്കണമെന്നുമാണ് UDF നേതാക്കൾ പൊതുയോഗങ്ങളിൽ ആഹ്വാനം ചെയ്യുന്നത്. ഈ ആരോപണങ്ങൾക്ക് വ്യക്തതയുള്ള മറുപടിയാണ് ഭവന സന്ദർശന ക്യാമ്പയിൻ. UDF വിട്ടുപോയതല്ലെന്നും നിർബന്ധിച്ച് പുറത്താക്കിയതാണെന്നും വോട്ടർമാരെ ബോധിപ്പിക്കുകയാണ് ക്യാമ്പയിൻ ലക്ഷ്യം. കേരള കോൺഗ്രസിനെ പുറത്താക്കിയതൊരു പ്രചരണം യഥാർത്ഥത്തിൽ സത്യം പുറത്താക്കിയതാണല്ലോ. പക്ഷേ ഞങ്ങൾ കേരള കോൺഗ്രസ് പുറത്തു പോയതാണെന്നാണ് ചില കോൺഗ്രസ് നേതാക്കൾ പ്രചരിപ്പിക്കുന്നത്. അപ്പോൾ അങ്ങനെ ഞങ്ങൾ പോയതല്ല, മനഃപൂർവ്വം നമ്മളെ ബോധപൂർവമായി എന്തോ ഗൂഢാലോചന ഭാഗമായി കേരള കോൺഗ്രസ് മുന്നണിയിൽ നിന്ന് പുറത്താക്കിയതാണ് എന്നാണ് ചില ആളുകൾക്ക് സംശയമുണ്ട്. അത് ഞങ്ങൾ ബോധ്യപ്പെടുത്തും. മാണി വിഭാഗത്തെ UDF-ൽ നിന്നും പുറത്താക്കിയ അന്നത്തെ UDF കൺവീനർ ബെന്നി ബെഹന്നാന്റെ വാർത്താസമ്മേളനം, മാണി ഗ്രൂപ്പ് പോയാലും പ്രശ്നമില്ലെന്ന രമേശ് ചെന്നിത്തലയുടെ പ്രസ്താവനയുടെ വീഡിയോ ദൃശ്യങ്ങൾ വോട്ടർമാരിലെത്തിക്കും. ഇന്നു മുതൽ 31 വരെയാണ് ക്യാമ്പയിൻ. ബൂത്ത് തലങ്ങളിലെ വീടുകളിൽ പാർട്ടി നേതാക്കളും പ്രചരണ വേദികളിൽ സ്ഥാനാർത്ഥി തോമസ് ചാഴിക്കാടനും ഇക്കാര്യങ്ങൾ വിശദീകരിക്കും. കേരള കോൺഗ്രസ് എം LDF-ലെത്തിയ ശേഷമുള്ള ആദ്യ ലോക്സഭാ തെരഞ്ഞെടുപ്പാണിത്. മറുചേരിയിൽ UDF-നായി PJ ജോസഫ് നേതൃത്വം നൽകുന്ന പാർട്ടി എതിരിടാനെത്തുമ്പോൾ ജോസ് കെ മാണിക്കും കൂട്ടർക്കും ജയത്തിൽ കുറഞ്ഞതൊന്നും ചിന്തിക്കാനേ സാധിക്കില്ല. വീഡിയോ ജേർണലിസ്റ്റ് രഞ്ജിത്ത് കളത്തിപ്പിടിക്കൊപ്പം റിപ്പോർട്ടർ പ്രശാന്ത് തോട്ടുങ്കൽ, ഇൻ റിപ്പോർട്ടർ, കോട്ടയം.